ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എസ് ഷോയിലേക്ക് സ്വാഗതം. 71ാമത് പഞ്ചായത്ത് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വേളയിൽ ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു അവാർഡായിരുന്നു തവണ. എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടി പറയാൻ ചൊറി നമ്മളോടൊപ്പമുണ്ട്. ജൂറി. അവാർഡ് ലിസ്റ്റിൽ ഒരുപാട് യോഗ്യതയുള്ള ആൾക്കാരുണ്ട്. എന്നാലും ചിലരെ തിരഞ്ഞെടുത്തപ്പോൾ സാറ് ജവാൻ എടുത്തടിച്ച് ബോധമില്ലാതെയാണ് തിരഞ്ഞെടുത്തതെന്ന് പരക്കെ ഒരു ആക്ഷേപം ഉണ്ടല്ലോ. മിസ്റ്റർ, നമ്മളിവിടെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ ശരിക്കും എന്താണ് ഉള്ളത്? ഒരു പയ്യൻ മരുഭൂമി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പോകുന്നു. ഇതിനെങ്ങനെ അവാർഡ് കൊടുക്കും? ഒരു നല്ല ബെല്ലി ഡാൻസെങ്കിലും ആ സിനിമയിലുണ്ടോ? അതൊരു സർവൈവൽ ത്രില്ലല്ലേ സാറേ അത്? ഞങ്ങൾ പറഞ്ഞു അവന്റെ അടുത്ത് കണ്ട മരുഭൂമിയിൽ പോയി സർവേ എടുക്കാൻ. എടോ 10 അറബി എങ്കിലും ഇടിച്ചിട്ടുണ്ടേ, എങ്കിലും ഒരു മാസമുള്ളൂ. മാസും ഡാൻസും മാത്രമല്ലല്ലോ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടത്. എടോ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനത്തെ സിനിമ ഇഷ്ടം. ഞാൻ ഇതിനെ അവാർഡ് കൊടുക്കുള്ളൂ. താങ്കൾക്ക് ഇഷ്ടമുള്ളതിൽ കൊടുക്കാൻ താങ്കളുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ ഇത്. ഒരു നല്ലൊരു സിനിമയെ മനഃപൂർവ്വം അംഗീകരിക്കാതിരിക്കുന്നത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല സാറേ. മനഃപൂർവ്വം ആ സിനിമയെ മാറ്റി നിർത്തിയെന്ന് മാത്രം പറയരുത് മിസ്റ്റർ എസ് എസ്. ആ സിനിമ ഞാൻ കാണാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. നല്ലൊരു ബെല്ലി ഡാൻസ് കാണാൻ പറ്റിയില്ല. ആ സിനിമ സംവിധായകൻ പറയണം, ആന കൊടുത്താലും ആശ കൊടുക്കില്ല. ദ പഞ്ചായത്ത് സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് അതിന്റെ സംവിധായകൻ പരാതി പറയുകയുണ്ടായി. ആ വേട്ടാവളിയെടുത്ത് പറയണം, ഇനി ഇമ്മാതെ പേക്കൂത്ത് എടുത്തോണ്ട് വരണം. 1/2 മണിക്കൂർ ആ സിനിമ കാണാൻ കേട്ട പാട്. ഒരു 1/2 മണിക്കൂർ പോലും കാണാൻ പറ്റാത്ത ഒരു സിനിമയ്ക്കാണോ സാർ അവാർഡ് കൊടുത്തത്? ഞാൻ പറഞ്ഞ താങ്കൾ ശരിക്കും മനസ്സിലായില്ല കേട്ടോ. അതായത് 1/2 മണിക്കൂർ കണ്ടപ്പോൾ തന്നെ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലോട്ട് എത്തി. അങ്ങനെ ഒരു സിനിമയായിരുന്നു അത്. മനസ്സിലായോ? മനസ്സിലായി സാർ, എനിക്ക് മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായി. അടുത്ത വർഷം മുതൽ ഈ അവാർഡിന്റെ പേര് പഞ്ചായത്ത് ഫിലിം അവാർഡ് എന്നല്ല, ഞമ്മന്റെ ആളുകളുടെ അവാർഡ് എന്നാക്കി മാറ്റണം സാർ.